ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ അബുദാബിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഒരു കാർഡായിരിക്കും ഹഫിലാത്ത് കാർഡ് എന്ന് പറയുന്നത്. ഈ കാർഡ് നമ്മൾ റീചാർജ് ചെയ്യുന്നത് ഹഫിലാത്ത് കാർഡിൻ്റെ തന്നെ മിഷൻസ് ഉണ്ട്. അതായത് ബസ് സ്റ്റാൻഡിൽ തന്നെ നമുക്ക് മിഷൻസ് കാണാനായിട്ട് സാധിക്കും. ആ മിഷൻ ഉപയോഗിച്ചായിരിക്കും നിങ്ങളിൽ മിക്കവരും തന്നെ റീചാർജ് ചെയ്യുന്നത്. എന്നാൽ നമുക്കിത് ഓൺലൈനായിട്ടും റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഓൺലൈനായിട്ട് റീചാർജ് ചെയ്യുമ്പോൾ മിക്കവരുടെയും പേടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഷ്ടം പോലെ ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ നമുക്ക് അതിൻ്റെ അത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതാണ് ജെന്യൂൻ ആയിട്ടുള്ള വെബ്സൈറ്റ്, എങ്ങനെയാണ് ഇത് പ്രോപ്പറായിട്ട് നമ്മൾ റീചാർജ് ചെയ്യുന്നത്, അതായത് ഓൺലൈൻ വഴി നമ്മൾ എങ്ങനെയാണ് ഹഫിലാത്ത് കാർഡ് റീചാർജ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീട്ടിലോട്ട് പോകാം. ഗൈസ്, അതിനായിട്ട് ജസ്റ്റ് ഗൂഗിൾ ഒന്ന് ഓപ്പൺ ആക്കുക. ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം ഗൂഗിൾ ലെൻസ് ഓപ്പൺ ആക്കുക. അതിനുശേഷം നമ്മുടെ ഹഫിലാത്ത് കാർഡിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് നമുക്കൊരു QR കോഡ് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹഫിലാത്ത് കാർഡിൻ്റെ QR കോഡ്. അത് ജസ്റ്റ് നമ്മുടെ ഗൂഗിൾ ലെൻസിൽ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഹഫിലാത്ത് കാർഡിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് ഓപ്പണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ഹിയർ, അതുപോലെ തന്നെ റീചാർജ് കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ആ റീചാർജ് കാർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ കാർഡിൻ്റെ സീരിയൽ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കാർഡിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന സീരിയൽ നമ്പർ ജസ്റ്റ് നമുക്കിവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കാർഡിൻ്റെ ബാലൻസ് കാണാനായിട്ട് സാധിക്കും. റീചാർജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്കാണ് റീചാർജ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു ഓപ്ഷൻ ചോദിക്കും. ഞാനിവിടെ 10 ദിറംസാണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. 10 ദിറംസ് ആഡ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ കാണിക്കും. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇമെയിൽ ID നമ്മൾ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ID നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് ഈ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ റെസിപ്റ്റ് നമുക്ക് ഇമെയിലിലോട്ട് ലഭിക്കാനായിട്ടാണ്. അതിനുശേഷം ഇങ്ങനൊരു പേജ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഗൂഗിൾ പേയോ കാർഡോ ഉപയോഗിച്ച് റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും പോപ്പപ്പായി വരുന്നത്. ഇതിനകത്ത് നമ്മൾ റീചാർജ് ചെയ്ത എമൗണ്ട്, അതുപോലെ തന്നെ റീചാർജ് ചെയ്ത എമൗണ്ട് 2 മണിക്കൂറിനുള്ളിലായിരിക്കും അപ്ഡേറ്റ് ആവുന്നത്. അല്ല, നമുക്ക് ഉടൻ തന്നെ അപ്ഡേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഹഫിലാത്ത് കാർഡിൻ്റെ റീചാർജ് ചെയ്യുന്ന ഡിവൈസിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. അങ്ങനെയുള്ള ഇൻഫർമേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു മെയിലും വരുന്നതായിരിക്കും. ആ മെയിലിൻ്റെ അകത്തും ഇതേ ഇൻഫർമേഷൻ ആയിരിക്കും അവർ പറഞ്ഞിരിക്കുന്നത്. 2 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ കാർഡിൽ ഈ പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആവും. അല്ല എന്നുണ്ടെങ്കിൽ ഹഫിലാത്ത് കാർഡിൻ്റെ ഏതെങ്കിലും റീചാർജ് ചെയ്യുന്ന മിഷൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ എമൗണ്ട് നിങ്ങളുടെ കാർഡിൽ ക്രെഡിറ്റ് ആവും എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 45 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ കാർഡ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് ഡീആക്ടിവേറ്റ് ആയി പോകും. അങ്ങനെയുള്ള കുറേയധികം ഇൻഫർമേഷൻ നമുക്ക് ഈ മെയിലിലൂടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ്, എങ്ങനെയാണ് ഹഫിലാത്ത് കാർഡ് ഓൺലൈനായിട്ട് റീചാർജ് ചെയ്യേണ്ടത്, ഏത് വെബ്സൈറ്റിലൂടെയാണ് റീചാർജ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഓൺലൈനായിട്ട് റീചാർജ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ടും ഈ ബാർകോഡ് യൂസ് ചെയ്ത് തന്നെ റീചാർജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ കാശ് എവിടെയും പോകത്തില്ല, നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ റീചാർജ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ശരി ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നമുക്ക് ഇതുപോലെ പുതിയ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.